Next topic, surplus in the statement of profit and loss account. So statement of profit and loss account വരുന്ന ഒരു ഐറ്റമാണ് സർപ്ലസ്. റിസർവ് ആൻഡ് സർപ്ലസ് എന്നുള്ള ഹെഡിങ്ങിലാണ് അത് ഉൾപ്പെടുക. സോ ഈ സർപ്ലസിനെ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? സർപ്ലസിന് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടായിരിക്കും, അതായത് ലാസ്റ്റ് ഇയറിലുള്ള പ്രോഫിറ്റ് എത്രയാണോ അതിനോടുകൂടെ ഈ വർഷത്തെ സർപ്ലസ് എന്ന് പറയുന്നത് എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസ്, അതിനെയാണ് സർപ്ലസ് എന്ന് പറയുന്നത്. സോ റവന്യൂവിൽ നിന്ന് ഇൻകത്തിൽ നിന്നും എക്സ്പെൻസ് കുറച്ച് കഴിഞ്ഞപ്പോൾ സർപ്ലസ് ആണെങ്കിൽ അത് നെറ്റ് പ്രോഫിറ്റ് ആണ്. ഈ ഇയറിലുള്ള നെറ്റ് പ്രോഫിറ്റ് നമ്മൾ അതിനോട് കൂടെ ആഡ് ചെയ്തിട്ട് അതിൽ നിന്നും നമ്മൾ എന്തൊക്കെ ഡിഡക്ഷൻസ് ഉണ്ടോ അതൊക്കെ കുറയ്ക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ്, ട്രാൻസ്ഫർ ടു അതർ റിസർവ്, ഇൻറ്ററിം ഡിവിഡൻഡ് പെയ്ഡ്, പ്രൊപ്പോസ്ഡ് പ്രിഫറൻസ് ഡിവിഡൻഡ്, പ്രൊപ്പോസ്ഡ് ഇക്വിറ്റി ഡിവിഡൻഡ്, ഇതെല്ലാം കുറച്ച് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്നതാണ് ബാക്കി സർപ്ലസ്. അത് നെഗറ്റീവ് ഫിഗർ ആണെന്നുണ്ടെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും. ഓക്കെ, സോ ഇതിൻ്റെ ഫോർമാറ്റ് നോക്കുക. ഓപ്പണിംഗ് ബാലൻസ്, ഇതിനോട് കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നു, അപ്പോൾ നമുക്ക് ഫൈനൽ ഫിഗർ കിട്ടും. അതിൽ നിന്ന് എന്തൊക്കെ ഡിഡക്ഷൻസ് ഉണ്ടോ അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ക്ലോസിംഗ് ബാലൻസ്. ഒരു പ്രോബ്ലത്തിലൂടെ നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാം. From the following information, prepare surplus or deficit in the statement of profit or loss. Net profit for the year 5 lakhs. Balance of statement of profit or loss of the previous year 50,000. 10% preference share capital 8 lakh. Equity share capital 10 lakh. Transfer to debenture sinking fund 1,20,000. Board have proposed 15% dividend on equity shares. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ 5 lakh ആണ്. പക്ഷേ ബാലൻസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 50,000 ആണ്. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? പ്രീവിയസ് ഇയറിലുള്ള ഓപ്പണിംഗ് ബാലൻസ് 50,000 കൂടെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നു. അതായത് ടോട്ടൽ 5,50,000 ആകും. ഈ 5,50,000 നിന്ന് നമുക്ക് കുറയ്ക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൻ്റെ ഡിവിഡൻഡ് ഉണ്ട്. അതായത് 10% ആണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. സോ 8 lakhൻ്റെ 10% 80,000. ദെൻ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 10 lakh ആണ്. അതിൻ്റെ ഡിവിഡൻഡ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഡിറ്റർമിൻ ചെയ്തിട്ടുള്ളത് 15% ആണെന്നാണ് പറയുന്നത്. സോ 10 lakhൻ്റെ 15% 15,000. Then transfer to debenture sinking fund 1,20,000. So total 80,000 plus 10 lakhൻ്റെ 1,50,000 ആണ് വരിക, പ്ലസ് 1,20,000, ടോട്ടൽ 3,50,000 ആണ് ഡിഡക്ഷൻസ് വരുന്നത്. അപ്പോൾ 5,50,000 നിന്ന് 3,50,000 കുറച്ചാൽ ബാക്കി 2 ലക്ഷം പ്രോഫിറ്റാണ്, സർപ്ലസ് ആണ്. അത് ബാലൻസ് അറ്റ് എൻഡ്. സോ ഈ ടൈപ്പ് പ്രോബ്ലംസ് മേ ബി വരാം.